അത് കൊടുത്തോ. ബ്ലെസ് യു. ബഫറിങ്ങോ? ബഫറിംഗ് ഒന്നും ഇല്ലല്ലോ. ബഫറിംഗ് ഉണ്ടോ? ചുമ്മാ കള്ളം പറയില്ല ഏട്ടാ. ബഫറിംഗ് ഒന്നും ഇല്ലേ ഗൈസ്? പുറകിലത്തെ ലൈറ്റ് ഓഫ് ആവുന്നു നിങ്ങൾ നോക്കിക്കോണം. ഓഫ് ആകുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണേ. ഓഫ് ആകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അത് സ്വിച്ച് ചെയ്തില്ലെങ്കിൽ ലൈവ് മൊത്തത്തിൽ ഓഫായി പോകും. അപ്പോൾ പുറകിലത്തെ ഇത് ലൈറ്റ് ഓഫ് ആകുമ്പോൾ, ആ ലൈറ്റ് ഓഫ് ആകുമ്പോൾ കറണ്ട് പോയി എന്നാണ് അർത്ഥം. അത് ഓഫ് ആകുമ്പോൾ എന്നോടൊന്ന് പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അപ്പോൾ നമ്മുടെ സെർവർ നോർമലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്ക് കൂടിപ്പോയ ഒരു 5-6 ദിവസത്തിനകത്ത് ബ്രാവോ റെഡിയാക്കാൻ വേണ്ടി സത്യം പറഞ്ഞുണ്ടല്ലോ. വില്ലംബ്രോയുടെ കുഞ്ഞിൻ്റെ 28 ഓഫായിട്ടില്ല. പുറകെ കാണുന്നില്ലടാ കള്ളന്മാരെ. കള്ളൻ അതൊന്നും ഓഫായിട്ടില്ല. അപ്പോൾ വില്ലംബ്രോയുടെ കുഞ്ഞിൻ്റെ 28 നാളെ. അപ്പോൾ ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബ്രാവോയും നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടിരുന്നതാണ്. ഇവിടെ എലിയുടെ ഹസ്ബൻഡും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ബ്രാവോ പറഞ്ഞ് ഇല്ലടാ ഞാൻ വരുന്നില്ല. അവനെന്തോ വാശി എന്തോ ആയതുപോലെയാണ് കൈ. സത്യം പറയാലോ, അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ PC ഓഫ് ചെയ്യാതെ മറ്റേ സ്ക്രീനിൻ്റെ മുണ്ടയ്ക്ക് ഇരിക്കുക. എപ്പോൾ വിളിച്ചാലും ഇത് തന്നെ, ഉറക്കവും ഇല്ല ഒന്നുമില്ല. അവൻ നമ്മുടെ കൂടെ അവിടെ വരാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അന്നേരം അവൻ പറഞ്ഞു ഇതെനിക്കൊരു വാശി പോലെയാടാ, ഞാനിപ്പോൾ ഇവിടുന്ന് മാറി നിന്നാൽ ശരിയാകത്തില്ല. ഒരു 5-6 ദിവസത്തിനകത്ത് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് എനിക്ക് ഈ സെർവർ ഫുള്ള് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ബ്രാവോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഇതാക്കിയിട്ട് അതായത് മറ്റേ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ടർഫും PvPയും RPയും ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു സെർവർ സെറ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരിപ്പം ഉദ്ദേശിക്കുന്ന ഒരു 5-6 ദിവസത്തിനകത്ത്. സോ അതുടനെ അപ്പോൾ ഒരു 5-6 ദിവസത്തിനകത്ത് തന്നെ ബാക്ക് ടു നമ്മുടെ ഇത് അപ്പാവും. അത് നമ്മൾ എക്സലാൻഡിസ് തിരിച്ച് കൊണ്ടുവന്നിരിക്കും. അത് എല്ലാവരുടെയും വാശിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ സെർവർ ഡൗൺ ആയ സമയത്ത് കേരളത്തിലെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ സെർവറുകാർ അവരുടെ കീ തരാം, ഞങ്ങളും അവിടെ വന്ന് കളിക്കുന്നവരാ, ഞങ്ങൾ കീ തരാൻ റെഡിയാണ്. സോ ഞങ്ങളുടെ സെർവറിൻ്റെ കീ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ആൻഡ് എക്സലാൻഡിസിൻ്റെ ഏകദേശം അത്രയും അസറ്റ് ഇല്ലെങ്കിൽ ഒരു 70% അസറ്റ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ 70% അസറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണെന്ന് വരെ പറഞ്ഞ് കേരളത്തിൽ കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന സെർവറുകൾ വരെ നമ്മുടെ അടുത്ത് വന്ന്. അതിൽ ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു മൊമെൻറ്റിൽ സഹായിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പക്ഷേ ഈ സെർവറിനെ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരുന്നതിലും അടിപൊളിയാക്കി ഇങ്ങനൊരു സാധനം വന്നത് നന്നായി. ഇതിലും അടിപൊളിയായിട്ട് ഇതിലും സ്ലോട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ ഇതിൽ സ്ലോട്ട് കൂട്ടായി മര്യാദയ്ക്ക് നമ്മൾ ആ സെർവർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും, ഉറപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ RDR സെർവർ മലയാളത്തിൽ കൊണ്ടുവരും, അത് ഉറപ്പാണ്. ഗ്യാങ് അസറ്റ്സ് ഉണ്ടാവും ഗൈസ്. ഗ്യാങ് അസറ്റ്സ് പോകത്തില്ല. ഗ്യാങ് അസറ്റ് ഉണ്ടാവും. ഗ്യാങ് അസറ്റ് ഡേറ്റ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗ്യാങ് അസറ്റ് പോകത്തില്ല, എല്ലാം ഉണ്ടാവും. നമ്മളത് തിരിച്ച് കൊണ്ടുവരും എത്രയും പെട്ടെന്ന്. കിക്ക് ലോഗോ വെച്ചില്ല. സീനില്ല അത് കുഴപ്പമില്ല. RDR വേണ്ടെന്നാണ് എടാ. വേറെ എന്താണ് കളിക്കേണ്ടത് നമ്മളിപ്പോൾ തൽക്കാലം? നമുക്ക് തൽക്കാലം എല്ലാവരുമായിട്ട് ചില്ലായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന RDR ആണ്. അപ്പോൾ RDR നമുക്ക് ന്യൂ PC ആണോ? അല്ല, എടുത്തുകൊണ്ട് വന്നില്ല ഞാൻ ഇന്നലെ ലൈവ് എൻഡായി പോയിട്ട് നേരെ SRKയുടെ വീട്ടിൽ പോയി. അവിടെ പോയി അവനെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കാണിച്ചു. അവിടെ നിന്ന് ഇന്ന് രാവിലെ അവനെ കോടതിയിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത്. എന്നിട്ട് ഞാൻ അതിന് പോയില്ല. ഇന്നലെ അവൻ്റെ വീട്ടിൽ പോയി അവനെ തിരിച്ചുകൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം അവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും ഇവിടുന്ന് വണ്ടി ഓടിച്ച് എറണാകുളത്ത് വന്നതാണ്. ഞാൻ ഉറങ്ങി എണ്ണിട്ടതേ ഉള്ളൂ കുറച്ച് മുമ്പ്. എന്നിട്ട് നേരെ പോയി മുടിയെല്ലാം വെട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടി ബാക്കി ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. SRKയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം ഓൾ ഗുഡാണ്. എല്ലാം ചില്ലായിട്ടിരിക്കണം. ബാക്കിയെല്ലാം നമുക്ക് ചടപടേ തീർക്കാം. അപ്പോൾ നമുക്ക് RDR കയറാം. ഇന്ന് ബാബു എല്ലാവരും വന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം RDR കളിക്കാം. അപ്പോൾ RDR കളിച്ചതിന് ശേഷം നമുക്ക് ഇതാക്കാം, നമുക്ക് ചില്ലാവാം. ബാ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. റെഡപ്പ് ഇത്ര നാൾ 5M ആയിരുന്നു. ഇനി തൊട്ട് നമ്മൾ കുറച്ച് ദിവസം റെഡമാണ്. അപ്പോൾ എല്ലാവർക്കും ഹായ് ഗൈസ്. എല്ലാവർക്കും ഹായ്. പുഷിങ് ഇറ്റ് ടുഗദർ. എടാ ബാബു എത്ര ദിവസം അവൈലബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ബാബുവിനോട് ഇന്ന് ചോദിക്കണം. സിമുലേറ്റർ ഉണ്ടോ? ഇന്ന് സിമുലേറ്റർ ഇല്ലടാ. ഇന്നെല്ലാം ഞാൻ അയച്ചു വെച്ചേക്കോ. എല്ലാം ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യുകയൊക്കെ വേണം. കുറച്ച് ദിവസം വീട്ടിലായതുകൊണ്ട് കുറച്ചെല്ലാം അവിടെ. കാസ്ട്രോടെ മഞ്ചാട് ഞാൻ കണ്ടു. എനിക്കതിൽ ഒന്നും പറയാനില്ല. എനിക്കതിൽ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഡെസ്ലേക്കാർ കൊണ്ടുപോകും. അവന്മാർ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എൻ്റെ നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ആണോ ഇതിൽ PL അടിക്കുമോ? ഇതിലും PL ഒക്കെ ഉണ്ടോ? ഇതിലും PL ഒക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ PL അടിച്ച് കത്തിപ്പോ. അതിന് എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്ന് അറിഞ്ഞൂടാ. ഇന്നലെ എൻ്റെ നെറ്റ് പോയതാ കേസ്. ഇന്നലെ എൻ്റെ നെറ്റ് പോയതാ.
ജൂഡ് ചതിച്ചല്ലേ അത്. പിന്നെ അയച്ചു തന്ന സാധനം വീട്ടിൽ തച്ച് തിന്നില്ലേ? തിന്നായിരിക്കുമോ? പിന്നെ അവർ പറഞ്ഞിടായിരിക്കുമോ? ആ അത് പറഞ്ഞപ്പോഴാ ഗൈസ്, ഇന്നൊരു പയ്യൻ എനിക്ക് വീട്ടിൽ, അതായത് എൻ്റെ ഫുഡും ഡയറ്റും ഒക്കെ നോക്കുന്ന ഒരു പയ്യൻ എനിക്ക് കൊണ്ട് തന്നൊരു ടീഷർട്ടാണ്. അണ്ണൻ ഇന്ന് ഈ ടീഷർട്ട് ഇട്ട് ലൈവ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. സോ ആ ടീഷർട്ട് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. ഈ ടീഷർട്ട് അവൻ എനിക്ക് വഴി കണ്ടപ്പോൾ മേടിച്ച് തന്നതാണ്. പക്ഷേ ഈ ടീഷർട്ട് ഇന്ന് ഇടണം എന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. സോ അതുകൊണ്ട് ഈ ടീഷർട്ട് ഇട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, അവൻ തന്നത് കൊണ്ട് മാത്രമാണ് ഈ ടീഷർട്ട് ഇട്ടേക്കണമെന്ന്. സോ അതുകൊണ്ട് ഇട്ടതാണ് ഈ ടീഷർട്ട്. കള്ള നല്ലടാ, സത്യമാടാ, സത്യമായിട്ടും വേറെ ഒന്നും കൊണ്ടല്ല, അവൻ തന്നിട്ടതാണ് ഈ ടീഷർട്ട്. സ്പെയിൻ ജയിക്കും. എടാ എന്താടാ ചിൽ, അയ്യോ. ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അല്ല അവൻ തന്നല്ല, അവൻ പറഞ്ഞ ഞാൻ ഇതാക്കും. അവൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ കൊണ്ട് തന്ന എനിക്ക് ടീഷർട്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടോ അവൻ ഈ വീട്ടിൽ ഈ ടീഷർട്ട് കൊണ്ട് തന്നിട്ട്. പ്രൂഫ് വേണം. എടാ ഹെൽത്തി കൂടെ പയ്യ, എടാ മോനെ, എടാ നീ ഒഫീഷ്യൽ ഇതിലൊരു സ്റ്റോറി ഇട്ടേക്കണേ, അല്ലെ എന്നെ കള്ളനാക്കി കളയേ. ഗൈസ് എല്ലാവർക്കും വെൽക്കം. എന്നാ ഗൈസ് ഫൈനൽ എന്നാ? 19-ാം തീയതി അല്ലേ? 19-ാം തീയതി അല്ലേ? 19-ാം തീയതി ആണല്ലേ ഫൈനൽ? 19 21 21 20 അല്ലേ? 20-ാം തീയതി അല്ലേ? ആ ഓക്കെ. 20-ാം തീയതി എന്ന് പറഞ്ഞാൽ 19-ാം തീയതി രാത്രി 12:30-ക്ക്. 19 രാത്രി 12:30-ക്ക് അല്ലേ? യെസ് ലെറ്റ്സ് ഗോ. അപ്പോൾ ബാംഗ്ലൂരിൽ ഇരുന്ന് കളി കാണേണ്ടി വരും. കളി കാണാം. ചന്ദ്രൻ സെയിം ടീഷർട്ട് ആണോ? ചന്ദ്രൻ്റെ സെയിം അതാ ഞാൻ പറഞ്ഞത്. ചന്ദ്രൻ്റെ എൻ്റെയും ഡയറ്റ് നോക്കുന്ന അവനാ. ചന്ദ്രനും അത് ഇട്ടേക്കണല്ലേ? ആ അതല്ലേ ഞാൻ പറഞ്ഞ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായോ? ഇപ്പൊ വിശ്വാസമായോ? ചന്ദ്രൻ്റെ എൻ്റെയും ഡയറ്റ് ഒരേ പയ്യനാണ്. ഇത് രണ്ടും നോക്കണത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടില്ല. കണ്ട ഇത് തന്നെ സാധനം ഇത് തന്നെ. എക്സലന്റ്. ഹലോ ഹലോ, ബാബു വാ